ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കശ്മീർ യാത്രയിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ ഡാൽ ലേക്കിൽ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓൾറെഡി നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഹൗസ് ബോട്ടിൽ എത്തിയ പാടെ ഫുഡ് കഴിച്ചു, ഞങ്ങൾ ഉറങ്ങി. ഇനി എല്ലാ വിശേഷങ്ങളും നാളെ ഏർലി മോർണിംഗ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഏർലി മോർണിംഗ് ആയപ്പോൾ ഞാൻ മെല്ലെ എൻ്റെ ഫോണും എടുത്ത് നടക്കുകയാണ്. അപ്പോൾ ഈ ഹൗസ് ബോട്ടിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് കിട്ടിയത്. ഹൗസ് ബോട്ടിൽ ഞാൻ ഇതുവരെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇത് വുഡനാണ് കംപ്ലീറ്റ്. അപ്പോൾ നമുക്ക് നടക്കുമ്പോഴൊക്കെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, ഇത് തെന്നി വീഴുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പിന്നെ എല്ലാ ഏരിയയും ഒന്ന് കാണാമെന്ന് വെച്ചു. കാരണം ഇന്നലെ നൈറ്റ് വന്നപ്പോൾ ഞാൻ എവിടെയും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ബെഡിലെത്തണം, ഉറങ്ങണം എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏർലി മോർണിംഗ് ആയപ്പോൾ വെളിച്ചമൊക്കെ വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. അങ്ങനെ കംപ്ലീറ്റ് ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു ഷിക്കാര റൈഡിന് വേണ്ടിയിട്ട് പോകും, ഇവിടെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഷിക്കാര റൈഡ് ഉണ്ടായിരുന്നത് 1 hour ആണ്. നമുക്ക് 1 hour ഇതിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രെഡ് ഓംലേറ്റ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ചായയും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഷിക്കാര റൈഡിന് വേണ്ടിയിട്ട് പോകും. ഷിക്കാര എന്ന് പറയുന്നത് ഗൊണ്ടോള ടൈപ്പ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെറു വഞ്ചികളാണ്. ഇത് കശ്മീരിൻ്റെ ട്രഡീഷണൽ വഞ്ചികൾ തന്നെയാണ്. കാരണം കശ്മീരിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നൊരു പ്ലേസാണ്. ഇവിടെ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ കൊണ്ടുപോകുന്നത് ഇത്തരം ചെറിയ വഞ്ചികളിലായിട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ സ്മൂത്തായിട്ട് നീങ്ങും. അപ്പോൾ അത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ കംഫർട്ടബിളായിട്ട് ഇവർക്ക് തുഴഞ്ഞു കൊണ്ടുപോകാൻ തന്നെ പറ്റും. ഇതവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പല ടൈപ്പാണ് ഇവിടെ. പിന്നെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഈ ഒരു ഹൗസ് ബോട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നതും ഈ ഒരു ചെറു വഞ്ചികളിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഷിക്കാര റൈഡിന് പോകുമ്പോൾ തന്നെ നമുക്ക് ചെറിയ സ്റ്റേഷനറി ഐറ്റംസൊക്കെ വേണമെങ്കിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്ന ആൾ. ഇദ്ദേഹത്തിൻ്റെ പേര് പ്രിൻസ് എന്നാണ്. നല്ല കമ്പനി ആയിരുന്നു. ഇദ്ദേഹത്തിന് ചെറിയ രീതിയിൽ മലയാളമൊക്കെ അറിയാം. കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഓൾറെഡി അവർ അബ്രോഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് കാലം അബ്രോഡ് ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഇപ്പോൾ ഷിക്കാര റൈഡും കാര്യങ്ങളും ഹൗസ് ബോട്ടും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇവിടെ സെറ്റിൽഡ് ആയി എന്നാണ് പറയുന്നത്. ഇനി ഷിക്കാര റൈഡിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ പാക്കേജിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് 1 hour ഷിക്കാര റൈഡ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ രീതിയിൽ പോയി. അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് അന്വേഷിക്കുകയാണെങ്കിൽ 1 പേഴ്സണിന് ഒരു 1000-ന് മുകളിലാണ് ഇവർ പറയുന്നത്. അപ്പോൾ പെർ ഹവറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരുമ്പോൾ കൂടുതലായിട്ട് നമുക്കൊരു ബാർഗെയിൻ ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവരോട് സംസാരിച്ച് കുറച്ച് കുറക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പിന് ഏറ്റവും നല്ല കാര്യം. അന്ന് നമ്മൾ മസ്റ്റായിട്ട് ഹിന്ദി അറിഞ്ഞിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. ഹിന്ദിയിൽ ബാർഗെയിൻ ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ നമുക്കിവിടെ ഒന്നും നടക്കില്ല. കാരണം ഇവർ ഓൾറെഡി കശ്മീരിയാണ് സംസാരിക്കുക, അല്ലാത്തവർ ഹിന്ദിയിൽ സംസാരിക്കും. ഇംഗ്ലീഷ് പൊതുവേ ഇവരുടെ സംസാരത്തിൽ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ആരെയാണോ കാണുന്നത് അവരുടെ ആ ഒരു എക്സ്പീരിയൻസാണ് എനിക്കിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഹൗസ് ബോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എണ്ണിയാൽ തീരാത്ത ഹൗസ് ബോട്ടുകളുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഓൾറെഡി ആഗ്രഹിച്ചാണ് ഈ ഒരു ഡാൽ ലേക്കിൽ ഷിക്കാര റൈഡിന് വേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് മേടിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഇനി എപ്പോഴും ഓർക്കണം, ഷിക്കാര റൈഡിൻ്റെ കാര്യങ്ങളൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് മേടിച്ചത്. ഇവിടെ ഹൗസ് ബോട്ടിനെ കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പാക്കേജ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈവസിയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ട് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് റൂം തന്നെ കിട്ടുന്നതുണ്ട്. പക്ഷേ അടുത്ത റൂമിലും അതിനപ്പുറത്തെ റൂമിലും എല്ലാ റൂമിലും ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രൈവസി ആണ് വേണ്ടതെങ്കിൽ ഏറ്റവും നല്ലത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ബോട്ട് തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എല്ലാ ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് നമ്മളൊരു എക്സ്പീരിയൻസ് നല്ല രീതിയിൽ നമുക്കത് എൻജോയ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് നല്ലൊരു ബഡ്ജറ്റിൽ തന്നെയുള്ളത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് ലൈഫിൽ ഒരു തവണ സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ആ ഒരു മെമ്മറി നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.